പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നല്ല കീറി പറഞ്ഞെങ്കിൽ നല്ല സൗണ്ടിൽ പറഞ്ഞെങ്കിൽ മാത്രമേ ഇന്ന് കേൾക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ടൈം സ്ക്വയറിലാണ് കേട്ടോ. വെൽക്കം ടു ടൈം സ്ക്വയർ. ഇവിടുത്തെ വിശേഷങ്ങളാണ്. ഇതാണ് നമ്മുടെ ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന പ്ലേസ് ഉണ്ടാകും. അവിടെയാണ് എല്ലാ വർഷവും ന്യൂ ഇയറിൽ ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന സ്പേസ്. ഇതാണ് ടൈം സ്ക്വയർ. ടൈം സ്ക്വയറിലാണ്. ഇത് പകലായതുകൊണ്ട് ഇവിടെ ധാരാളം പരസ്യ ബോർഡുകൾ കാണാം. നൈറ്റിലാണ് ഈ വിഷ്വൽ കാണാനായിട്ട് ഏറ്റവും ഭംഗിയായിട്ടാണ്. നമുക്ക് ഇങ്ങോട്ടൊന്ന് കറങ്ങുന്നത്. പകലാണെങ്കിലും പരസ്യ ബോർഡിന് യാതൊരു ഇതിലുണ്ടോ. ടെസ്ലയുടെ വണ്ടി ഉണ്ടോ? പകലാണെങ്കിലും പരസ്യ ബോർഡിന് യാതൊരു ഇതില്ല. പരസ്യ ബോർഡ് എല്ലാ സൈഡും ഉണ്ട്. രാത്രിയാണെങ്കിൽ മാത്രമേ ഈ വിഷ്വലിന് നല്ല ഭംഗിയുള്ളൂ കേട്ടോ. രാത്രിയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം നമ്മൾ 10 മണിയായതേ ഉള്ളൂ മോർണിംഗിൽ. പകലിലെ വിശേഷങ്ങൾ നമുക്ക് ഇന്ന് കാണാം. പിന്നെ നമുക്ക് അമ്മച്ചേസേ ഇപ്പം നമ്മൾ ബസ്സിൻ്റെ സർവീസ് ചോദിച്ചു. $55 ഇന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബസ്സിൽ നമുക്ക് പോകേണ്ട സ്ഥലത്തെല്ലാം തന്നെ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളത് ഹസ്ബൻഡും കൂടെ വന്നതിന് ശേഷം ഒന്നിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മനസ്സിലായോ? അവർ നമ്മളെ ടിക്കറ്റ് എടുത്ത് ഇപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് അതുവഴി കറങ്ങാനുള്ള സംഭവങ്ങൾ അവർ ചെയ്യണം. തിരക്ക് നല്ല തിരക്കാണ്. ഇന്നത്തെ സെയിൽ അനുസരിച്ച് $55 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബസ്സിൽ കയറാം. നല്ല സൗണ്ടിൽ പറഞ്ഞെങ്കിൽ ഇവിടെ കേൾക്കത്തുള്ളൂ കേട്ടോ. ഇതെല്ലാം ബസ്സിൻ്റെ സർവീസാണ്. ബസ്സിൻ്റെ പരസ്യ ബോർഡുകൾ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെസ്റ്റ് 45 സ്ട്രീറ്റിലാണ്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വണ്ടികൾ പോകുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ന്യൂ ഇയേഴ്സിൻ്റെ ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന പ്ലേസ്. ന്യൂയോർക്ക് സിറ്റി നെവർ സ്ലീപ്പ്. നൈറ്റ് വിഷ്വലാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് നൈറ്റിൽ കാണാനായിട്ട്. നൈറ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈറ്റ്സും കൊണ്ട് നമ്മൾ ഒരിക്കലും ഇവിടെ ഒരു എന്താ പറയുക, ഹിസ്റ്ററിൽ പറയുന്നത് സിറ്റി നെവർ സ്ലീപ്പ് എന്ന് പറയുന്നതാണ് ഈ സംഭവം. അതുപോലെ നമുക്ക് ഇവിടുന്ന് ബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 hours കൊണ്ട് നമുക്ക് എല്ലായിടത്തും കറങ്ങി കാണാം. ഒരു ബസ്സിൻ്റെ പാസ് കൊണ്ട് നമുക്ക് ഓരോ സെക്ഷനിൽ ഇറങ്ങി ഓരോന്ന് കണ്ടിട്ട് അടുത്ത ബസ്സിൽ കയറി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഇവിടെ ചെറിയ മ്യൂസിക്കൊക്കെ ഉണ്ട്. ചിലപ്പോൾ പണി കിട്ടും. ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ ധാരാളം ഉണ്ട്. അവിടെ ഒരാൾ പാട്ടും പാടിയൊക്കെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ വീക്കിൽ 2 weeks ago സുജിത് സക്സൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം കറങ്ങുന്നുണ്ടായിരുന്നു. ഇതാണ് പറഞ്ഞ ബസ്. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടം കണ്ട് പോകാം. ഓരോ സ്ഥലത്തും അവർക്ക് കയറി ഇറങ്ങി നമുക്ക് അടുത്തടുത്ത ഇതിൽ പോകാൻ പറ്റും. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ബസ്സിൻ്റെ സർവീസാണ്. പിന്നെ പകലാണെങ്കിലും പരസ്യ ബോർഡിന് യാതൊരു കുറവില്ല. നമ്മുടെ ബർത്ത്ഡേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആ സ്ക്രീനിൽ കൊടുത്തു കഴിഞ്ഞാൽ പരസ്യം വരും. ഇവിടെ മലയാളം മൂവിയുടെയൊക്കെ പരസ്യം ആ ബോർഡിൽ വരാറുണ്ട്. നൈറ്റിലാണ് വിഷ്വൽ കാണാനായിട്ട് ഏറ്റവും ഭംഗി. നൈറ്റിലാണ് കേട്ടോ. ബസ്സും ട്രെയിനും എടുത്തൊക്കെ കറങ്ങിയാൽ ഇവിടെ പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാർക്ക് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ട്രെയിൻ എടുത്തുകൊണ്ടായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് അവിടെ നോക്കണ്ട. മ്യൂസിക് ഉണ്ട്. പണി കിട്ടുന്ന തോന്നണം. ഇവിടെ നമുക്ക് ക്യാമറമാനെയൊക്കെ ഹയർ ചെയ്യാം ഫോട്ടോ എടുക്കാനൊക്കെ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ ഒരു സ്റ്റാച്യു ഇവിടെ
1878 മുതൽ 1942 വരെ ജീവിച്ചിരുന്ന ജോർജ് എം കോഹൻ്റെയാണ്. പുള്ളിയുടെ മെമ്മറിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ പ്രാക്ടീസ് നടക്കുന്നുണ്ടോ മ്യൂസിക്കിൻ്റെ. ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെയുണ്ട്. ടൂറിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ. മില്യൺസ് ഓഫ് ടൂറിസ്റ്റ് ഒരു ദിവസം വന്നു പോകുന്ന സ്ഥലമാണ് ഇവിടെ. പിന്നെ 4 സൈഡും ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബേഴ്സും ഉണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോ എടുത്തു തരും. അതിന് അവർ നമ്മൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാദർ ഡഫിയുടെ ഇതാണ്. നമ്മുടെ സ്റ്റെയർ കേസിൽ ഏറ്റവും മുകളിൽ കയറുന്നിട്ട് നമുക്ക് കീഴ്പോട്ട് നോക്കാം കേട്ടോ, ഫോട്ടോസ് എടുക്കാനും. നെവർ സ്ലീപ്പ് എന്ന് പറയത്തില്ലേ, ഇതിൻ്റെയാണ്. ഇവിടുത്തെ പരസ്യ ബോർഡുകളൊക്കെ ഭയങ്കര പരസ്യ ബോർഡുകളാണ്. ഞാൻ പറയണത് നല്ല നല്ല സൗണ്ടിൽ അടച്ചു പറഞ്ഞിട്ടെങ്കിലും ഇവിടെ കേൾക്കുമെന്നറിയില്ല കേട്ടോ. എങ്കിലും ന്യൂയോർക്കിലെ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇതാണ് ടൈം സ്ക്വയർ. കണ്ട ആ കാണുന്നിടത്താണ് നമ്മൾ ന്യൂ ഇയേഴ്സിൻ്റെ ബോൾ ഡ്രോപ്പ് ചെയ്യണം. 25 എടുക്കാനല്ലേ ഇവിടെയാണ്. Time to go. Come, Mario. Time to go. Come on, strap up. Come on, strap up. Come on, strap up. What's that mean? Okay, come here. Come back up. ചുറ്റിലും നല്ല സൗണ്ടുകളൊക്കെ ആണ് കേട്ടോ. ഈ സൈഡിലൊക്കെ നൈറ്റ് വരാമെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഈ പറഞ്ഞ ടൂറിസ്റ്റ് ബസ്. ഈ ടൂറിസ്റ്റ് ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് നമുക്ക് എല്ലായിടവും കണ്ടിട്ട് വരാം. നമുക്ക് അടുത്തൊരു ദിവസം അത് കാണാം. മത്സ്യത്തിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് എത്ര ഹൈറ്റിലാണ് ഉള്ളത്, എത്ര ബിൽഡിംഗ് ആണ്, എത്ര ഫ്ലോറാണ് ആ ഒരു പരസ്യ ബോർഡ് ഇട്ടിരിക്കുന്നത് അറിയാമോ? 10 സ്റ്റോറിയിലാണ് ആ പരസ്യ ബോർഡ് നിൽക്കുന്നത്. ഈ പരസ്യ ബോർഡ് ഒരു 15 നിലയിൽ മുകളിലോട്ടാണ്. പിന്നെ മൊത്തം പരസ്യമാണ്. ആ സൈഡിലും നല്ല പരസ്യം. നമുക്കിവിടെ കാറ്റുകൊണ്ട് കുറച്ചേരം ഇരിക്കാം. ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് ടയേർഡാണെങ്കിൽ ഇവിടെ കുറച്ചേരം ഇരുന്നത് ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം പോയാൽ മതി. ഇത് ലക്ഷം ആൾക്കാരാണ് ഇവിടെ ഒരു ദിവസം വരാറുള്ളത്. ന്യൂ ഇയറിൻ്റെ അന്ന് ഇവിടെ നമുക്ക് കാല് കുത്തുന്ന സ്ഥലം കാണത്തില്ല കേട്ടോ. അത്രയ്ക്ക് ആൾക്കാർ തിരക്കായിരുന്നു. ആൾക്കാർ നല്ല നല്ല തിരക്കിലുണ്ട് കേട്ടോ. ആൾക്കാർ ഫോട്ടോസ് എടുത്ത് കൊടുക്കാനായിട്ട് നല്ല സൂപ്പർ ഫോട്ടോസ് എടുത്ത് തരും. നമുക്കപ്പം തന്നെ പ്രിൻ്റ് ചെയ്ത് തരും. പൈസ കൊടുത്താൽ മതി. സോ ഈ സൈഡിലത്തെ എല്ലാം തന്നെ നല്ല നമ്മുടെ കൊടുക്കുന്ന പരസ്യങ്ങളൊക്കെ ഇല്ലേ, ആ പരസ്യങ്ങളൊക്കെ നമുക്കിവിടെ ചെറിയ ബോർഡ് വരണമെന്നുണ്ടെങ്കിൽ $200 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പരസ്യങ്ങൾ വരും. ഇതിൻ്റെ ഇതിലൊക്കെ നമ്മൾ $1000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഇതിനകത്തൊക്കെ നമ്മുടെ ഓരോ ചാനലിൻ്റെ പേരുകളോ അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ വിഷസോ ഒക്കെ ഇവിടെ
എവരി 10-15 മിനിറ്റ് ഇടയ്ക്ക് ഇങ്ങനെ മാറി 24 hours ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ചെറിയ സ്ക്രീനുണ്ട്, $100 കൊടുക്കണം ചെറിയ സ്ക്രീൻ. അവിടെ ബർത്ത്ഡേ കണ്ടോ, ഹാപ്പി ബർത്ത്ഡേ, ആ കുട്ടിയുടെ ബർത്ത്ഡേ ഇന്ന് അവിടെ പിന്നെ നമുക്ക് കാണത്തക്ക രീതിയിൽ നമുക്ക് ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ അവിടെ ചെയ്യാം. ആ കുട്ടിയുടെ ബർത്ത്ഡേ ഇന്ന് അത് ഇടയ്ക്കിടയ്ക്ക് 15 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ മാറി ആ ബർത്ത്ഡേ വരും. അപ്പോൾ അത്രയുള്ള ഒരു സ്ക്രീനിൽ $200 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വരും. ഇവിടെ ഒരു കുട്ടി ഡാൻസ് ഒക്കെ ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യാനൊക്കെ കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അതൊരു സ്പൈഡർമാനും അവിടെ ഒക്കെ സ്പൈഡർമാൻ്റെ കൂടെ ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാഷ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഒന്ന് ക്യാരക്ടേഴ്സിനോടൊന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ന്യൂ ഇയേഴ്സിൻ്റെ സമയത്ത് ഇവിടെ ഇരിക്കാനായിട്ട് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്കൊക്കെ വന്ന് ഇവിടെ ലൈനിൽ നിന്ന് കഴിഞ്ഞാൽ പുറത്തോട്ട് പോകാനൊന്നും പറ്റത്തില്ല. അതിനകത്തൊരു വ്യക്തി ഉള്ളതുപോലെയാണോ നിൽക്കുന്നത്. പരസ്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പരസ്യം റൺ ചെയ്യുന്ന പ്ലേസാണ് ടൈംസ് സ്ക്വയർ. അതുപോലെ തന്നെ ധാരാളം സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. യൂട്യൂബേഴ്സും ഇവിടെയൊക്കെ നല്ല യൂട്യൂബേഴ്സുകളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ കൂടെ കുറച്ചങ്ങോട്ട് പോകാം. പബ്ലിക് സേഫ്റ്റിയും പോലീസ് ഓഫീസേഴ്സും ഒക്കെ ഇവിടെ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റീൽസ് എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അവിടെ മ്യൂസിക് അവിടെ ഓടുന്നുണ്ട്, അതിനനുസരിച്ചാണ് റീൽസ് എടുക്കുന്നത്. ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇടാനുള്ള റീൽസിൻ്റെ വീഡിയോസാണ് എടുക്കുന്നത്. മ്യൂസിക് അവരുടെ ഫോണിൽ ഓടിക്കൊണ്ടേയിരിക്കും. നമ്മൾ പറഞ്ഞ അപ് ടൗൺ ടൂറിസ്റ്റ് ബസ്സാണ് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വീഡിയോസൊക്കെ എടുത്ത് ഈ ആപ്പിൾ ബസ്സിൽ പോകാം. എല്ലായിടവും കയറി ഇറങ്ങി നമുക്ക് 2 മണിക്കൂർ കൊണ്ട് എല്ലായിടവും കണ്ടുവരാം. $55 ഇന്നത്തെ ചാർജ്. അവർ രണ്ടുപേരും റീൽസിനകത്തിടാനുള്ള ഷോർട്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് ഇടയ്ക്കിലാണ്. കുറച്ച് നേരം ഇവിടെ നമ്മുടെ റീൽസൊക്കെ എടുത്താലോ. കുറച്ച് നേരം കാറ്റൊക്കെ ഇടണം. നമ്മൾ വിചാരിക്കും മ്യൂസിക് എവിടെയാണ്. മ്യൂസിക് അവർക്ക് ഹെഡ്ഫോണിൽ കേൾക്കാൻ പറ്റും. അവരുടെ ഫോണിൽ മ്യൂസിക് അവർക്ക് കേൾക്കാൻ പറ്റും. അതനുസരിച്ച് അവർക്ക് ഡാൻസ് ചെയ്യണം. 2 കൂട്ടരും കലാപരമായ രീതിയിലുള്ള റീൽസ് എടുക്കാൻ പറ്റുള്ളതാണ്. ഈ പരസ്യങ്ങളുടെ ബോർഡൊക്കെ കണ്ടില്ലേ, ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇത്ര പകലായതുകൊണ്ടാണ് ആൾക്കാർ കുറവ്. അതേസമയം ഒരു രാത്രി ഒരു 7 o'clock 8 o'clock വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗി കേട്ടോ. നൈറ്റിലാണ് ഇവിടുത്തെ ലൈറ്റ് ബോർഡ് കാണാൻ നൈറ്റിലാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ആ ക്യാമറമാരൊക്കെ നമുക്ക് നല്ല സിറ്റിയിൽ നിൽക്കുന്ന ഫോട്ടോസൊക്കെ എടുത്ത് തരും. അത് നമുക്ക് പ്രൈസ് കൊടുത്ത് ഇതൊക്കെ ക്യാമറമാൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോട്ടോസ് എടുത്ത് തരാൻ പറ്റുള്ള ക്യാമറാമാൻസ്. അവരുടെ ജോബ് ഇതാണ്. ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഫോട്ടോ എടുത്തത് ക്ലിയറാക്കി അപ്പം തന്നെ കൊടുക്കും. നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ലിങ്കിലേക്ക് അയക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ റീൽസ് അവളവിടെ നടന്ന് കലാകാരന്മാരിൽ അടുത്ത റീൽസും എടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ റീൽസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ആ സൈഡിൽ നിന്ന് മാറിക്കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മളൊക്കെ മ്യൂസിക് കേൾക്കാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കുക എന്താണ് ആൾ കാണിക്കുന്നത്. പക്ഷെ അവർക്ക് മ്യൂസിക് കേൾക്കുന്നുണ്ട്. യൂട്യൂബിലേക്കും ഇൻസ്റ്റയിലേക്കൊക്കെ ഇടാനുള്ള റീൽസാണ്.
2 ഫ്രണ്ട്സ് രണ്ടുപേരും മാറി നിന്ന് റീൽസ് എടുക്കുന്നുണ്ട്. മ്യൂസിക് കേൾക്കാറുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരൂടെ എൻജോയ് ചെയ്യാൻ, പക്ഷേ മ്യൂസിക് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, പക്ഷേ അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ റീൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ചേരുന്ന മ്യൂസിക് ഇട്ടാൽ മതി. ഇവിടെ എല്ലാവരും ഇങ്ങനെ ആൾക്കാരൊക്കെ വീഡിയോസ് എടുക്കുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ മുകളിൽ എന്തുമാത്രം യൂട്യൂബേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് ആ സ്റ്റെപ്പ് കൂടി ഇരിക്കണമെന്നറിയാമോ? ഇതും ബോർഡാണ് കേട്ടോ. ഇതും പരസ്യങ്ങളുടെ ഇതാണ്. ഇത് 4 ചുറ്റിലും പരസ്യങ്ങളോട് ഇതും അടുത്ത റീൽസ് ഇടാനുള്ള ആൾക്കാരുടെ അടുത്ത ഇതാണ്. എത്ര പേരാ റീൽസ് എടുക്കണം നോക്കിയേ, ഓൾ ഫാമിലീസ്. കാറ് പോകണം കേട്ടോ. ഞാനിരിക്കുന്നത് ഒരു സൈഡ് അങ്ങനെ നോക്കി ഇവിടെ ഇരിക്കണേ. നമ്മളിവിടെ സൈഡിലായി ഒരു സ്റ്റെപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ക്ഷീണിച്ച് സിറ്റിയിലിരുന്ന് തൊട്ട് പുറകിൽ സിറ്റിയിൽ വണ്ടി പോകണുണ്ടോ, ബാക്കിലോട്ട് വിടാൻ ശ്രദ്ധിക്കണം. ആപ്പിളിൻ്റെ ബസ് പോകുന്നുണ്ടോ? ഇപ്പോൾ ഈ ബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടവും കണ്ടുകിട്ട് വരാം. എല്ലായിടവും കണ്ടുകിട്ട് വരാം. ട്രംപിൻ്റെ ഹാറ്റിൻ്റെ പരസ്യമല്ല ഞാൻ പറയാം. ഇത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനാണ് അവർ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നത്. മനസ്സിലായല്ലേ? ആ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 സൈഡും ഫോട്ടോസ് കിട്ടും. കുറേ വരുത്തം വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ചേരം വരും കഴിഞ്ഞാൽ ഇവിടുത്തെ ബിൽ ബോർഡൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇതൊക്കെയാണ് പറഞ്ഞൊരു 15 നിലയുടെ പൊക്കത്തിലാണ് ഈ പരസ്യം ഇരിക്കണേ. നമ്മുടെ ഇവിടുത്തെ ഇംഗ്ലീഷ് മൂവിയുടെയോ പെർഫ്യൂമിൻ്റെയോ ഒക്കെ പരസ്യമാണ് ഞാൻ തോന്നുന്നുണ്ട്. അതിനൊക്കെ $1000 കൊടുക്കണം കേട്ടോ, അത്ര ഒരു സ്ക്രീനിൽ പരസ്യം ഇടാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ സ്ക്രീനില്ലേ, അതിനകത്ത് നമ്മുടെ ബർത്ത്ഡേസ് അതുപോലെ നമ്മുടെ ചാനലിൻ്റെ പേരോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് $100 നമുക്ക് ആ ഒരു സ്ക്രീനിൽ കൊടുക്കാം. ആ സ്ക്രീനിൽ വരുന്നതെല്ലാം ബർത്ത്ഡേ ആഘോഷിക്കുന്നവരും അതൊക്കെയാണ്. ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആൾക്കാരുടെ പടങ്ങളൊക്കെയാണ് അവിടെ കയറി വരുന്നത്. ഇതിൻ്റെ 4 സൈഡും ഇതാണ്, കംപ്ലീറ്റ് പരസ്യങ്ങളാണ്. പിന്നെ ഫുഡ് കോർട്ട്, ഇഷ്ടംപോലെ ഫുഡ് കോർട്ട്സ് ഉണ്ട് കേട്ടോ. നമുക്ക് അവനൊന്ന് കറങ്ങി വരാൻ പറഞ്ഞു. ഇവിടെ നിന്നാണ് അവർ ആപ്പിൾ ബസ് എടുക്കുന്നത്. ഈ പരസ്യത്തിൻ്റെ ഇത് കണ്ട ഇവിടെ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങുന്ന മൂവീസിൻ്റെ ഒക്കെ പരസ്യമാണ് അവിടെ കൊടുക്കണത്. സോ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയർ ഒരിക്കലും ഉറങ്ങാത്ത ഒരു നഗരം എന്ന് പറഞ്ഞാൽ ഇതാണ് ന്യൂയോർക്ക്. ടൈംസ് സ്ക്വയറിലെ വിശേഷം ആണ്. എനിക്ക് ബസ്സിൽ കയറണമെന്നുണ്ട്, പക്ഷേ 2 മണിക്കൂറോട് ഒറ്റയ്ക്ക് പോയിട്ട് ഇല്ല, ഹസ്ബൻഡുമായിട്ട് നമുക്ക് വന്നിട്ട് നമുക്ക് ബസ്സിലെത്തി നല്ല. ഇപ്പോൾ 2 മണിക്കൂറാണ് നമുക്കിവിടെ എല്ലാം കണ്ടു കാണും. അപ്പോൾ എപ്പോഴും ഇവിടെ ആൾക്കാർ നല്ല തിരക്കാട്ടോ. നമുക്കിപ്പോൾ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലവും കണ്ട് അടുത്ത ബസ്സിൽ കയറി നമുക്ക് വരാൻ പറ്റും. സൈഡ് ഫുഡ് കോർട്ടുണ്ട്.
രാത്രിയിലേ നിൽക്കാൻ പറ്റുള്ളൂ. പരസ്യങ്ങളുടെ കലവറായെന്ന് കേട്ടിട്ടില്ലേ? രാത്രിയിലാണ് ഈ പരസ്യങ്ങൾ കാണാനായിട്ട് ഏറ്റവും ഭംഗി ലക്ഷണം കേട്ടോ. നല്ല നല്ല ഇതിൽ കാണാൻ പറ്റുന്നത് രാത്രിയിലാണ്. ഒരു ധാരാളം തുണിയില്ലാത്ത മനുഷ്യനെ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതാണ് ഈ പുള്ളിക്കാരനാണ് ഇവിടുത്തെ നേക്കഡ് മാൻ. പുള്ളിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം കേട്ടോ. പുള്ളി ഇവിടെ നിന്നുകൊണ്ട് പൈസ കൊടുത്തെങ്കിൽ നേക്കഡ് മാൻ എല്ലാ വർഷവും പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട്. പുള്ളിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, അതാണ് ഇവിടുത്തെ നേക്കഡ് മാൻ. പുള്ളി ഒരു മ്യൂസിക്കൊക്കെ അടിച്ചിങ്ങനെ നടക്കും, കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കണം. ഇവിടെ അതുപോലെ തന്നെ പെണ്ണുങ്ങളും ഉണ്ട്, നേക്കഡ് വുമൻസും ഉണ്ട്. അവരെവിടെയാണെന്നോ ഞാൻ നോക്കണേ. പിന്നെ ഈ ഒരു ഇതിലൂടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കേണ്ട ഒരു സ്പൈഡർമാനും അതൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. നേക്കഡ് മാൻ ആ സൈഡിൽ നമുക്ക് നേക്കഡ് മാൻ്റെ പുറകിലാണ്. പുള്ളിക്കാരൻ തണുപ്പായാലും ചൂടായാലും ഈ ഒരു ഇതിൽ നല്ല അവിടുത്തെ മഞ്ഞ് വീണ് കിടക്കുന്ന സമയത്തും ഇതേപോലെയാണ് പുള്ളി വരുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി. പുള്ളിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരും കേട്ടോ. എന്താ ഇവിടെ നേക്കഡ് വുമൻസ് ഉണ്ട്. അവരെവിടെയാണെന്നോ കണ്ടില്ല. അവിടുത്തെ എവിടെയെങ്കിലും കാണാം, നമുക്ക് നോക്കാം. ഓരോ ക്യാരക്ടേഴ്സാണ്. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. സിറ്റിയിലെ വിശേഷങ്ങൾ ഇതൊക്കെ നല്ല വെയിലാണ്. നമുക്കിവിടെ നമ്മോട്ട് അതല്ലേ, ഇതൊക്കെ ബസ് ട്രിപ്പിനുള്ള ആൾക്കാരാണ്. ഇവിടെ നമുക്ക് ഫുഡും കൊണ്ട് വന്ന് ഫുഡൊക്കെ എടുത്ത് മറ്റിവിടെ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ സെഫോറ ഇവിടുത്തെ പെർഫ്യൂമിൻ്റെ കടകളൊക്കെയാണ് അവിടെ. ഷോപ്പിംഗ് മാളും എല്ലാം ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലായ നമുക്ക് 360 ഡിഗ്രി ഇതിൽ നമുക്കവിടെ ഫോട്ടോ എടുത്ത് തരും. അതിൽ കറങ്ങിയെല്ലാം വെയിലാറാൻ വേണ്ടി നോക്കിയിരിക്കുന്നുണ്ട്. ആൾക്കാർ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. മ്യൂസിക് ഇട്ടിട്ട് ആ മ്യൂസിക്കിനനുസരിച്ച് അവിടെ നമുക്ക് അതിനകത്ത് കറങ്ങാൻ പറ്റും. ഇവിടെ നമുക്ക് കഴിക്കാനുള്ള ഫുഡുകൾ ഇതാണ് ഇവിടുത്തെ തട്ടുകട എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇവിടെ എല്ലാ സാധനമുണ്ട്. ഇതാണ് അമേരിക്കയുടെ തട്ടുകട. ഈ സ്ട്രീറ്റിൽ കൂടെ അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. ഇവിടത്തേനെക്കാട്ടി ബെറ്റർ നമുക്ക് അങ്ങോട്ട് നോക്കാം. ഇവിടെ തിയേറ്ററുണ്ട്.
ടാക്സിയാണ് കേട്ടോ. ഞാൻ കാണുന്നത് ഇവിടുത്തെ ഫോർട്ട് അതോറിറ്റി, ഇവിടെ ബസ് സ്റ്റേഷൻ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ഇത് ഹോട്ടലാണ്. ഇതൊക്കെ ഇവിടുത്തെ തിയേറ്റേഴ്സാണ്. മ്യൂസിക്കൽ കോമഡി തിയേറ്റർ, പുതിയ മൂവിയൊക്കെ ഇറങ്ങുന്നത്, ഇതൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങുന്നവർക്ക് പോകാനുള്ള ഒരു ടാക്സി സ്റ്റാൻഡാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ന്യൂയോർക്കിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലെ മറ്റൊരു വിശേഷമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.